നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസിനു നേരെ ഗുണ്ടെറിഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തി വന്ന സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. നാട്ടികയിൽ മാസങ്ങളായി കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. പോലീസിനു നേരെ ഗുണ്ടെറിഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ചിയ്യാരം സ്വദേശി അരിമ്പൂർ പല്ലം വീട്ടിൽ സഞ്ജയ് നിക്സനെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ഈ മാസം 20-നാണ് കേസിനാസ്പദമായ സംഭവം. തൂഫാൻ ഡ്യൂട്ടിക്കായി ഇറങ്ങിയ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടോണി തരകൻ, സത്യജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് ബർദൻ എന്നിവർക്ക് നേരെയാണ് പ്രതി ഗുണ്ടെറിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തി വന്ന സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ ഹസീം, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താനം പെരുങ്ങോട്ടുര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രി പെരിഞ്ഞനത്തുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് സംഘം വലയിലാക്കിയത്. ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ച് വിൽപ്പന നടത്തുന്നതായും ലഹരി ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നദീമുദ്ദീൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ആശിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തത്. പ്രതികൾക്കെതിരെ NDPS ആക്ട് പുറമെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI അജാസുദ്ദീൻ, SI മണികണ്ഠൻ, GSI ജോബി പോൾ, GSI രാജേഷ്, GSI നിഷി, GSCPO സുനിൽകുമാർ, CPO പ്രജിത്ത്, CPO ദിനേശ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. ആളൂർ ആനത്തറം പിടിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ 16 വയസ്സുള്ള ജുവിനാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തയ്യൽ വീട്ടിൽ അനന്തകൃഷ്ണൻ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. പോലീസ് ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇടിച്ചത്. ഈ മാസം 15-ന് പോട്ട മൂന്നുപീടിക സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപമായിരുന്നു അപകടം. നാട്ടികയിൽ മാസങ്ങളായി കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടിക പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ മാസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും നിരന്തരമായി വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനുവിന്റെ നേതൃത്വത്തിൽ തളികുളം പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി അവർകൾ എത്തി വാടാനപ്പള്ളി പോലീസിന്റെ സാന്നിധ്യത്തിൽ സമരക്കാരായ പഞ്ചായത്ത് ഭരണസമിതിയുമായി സംസാരിക്കുകയും തുടർന്ന് ചൊവ്വാഴ്ച മുതൽ കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തി കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PM സിദ്ദിഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരമ്പുരക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KK പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അതിനെന്താണ് സൊല്യൂഷൻ, എന്താണ് ബ്ലോക്ക്, എന്താ പരിഹാരം എന്നുള്ളത് 6 മാസമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ആരാണ് മാനേജർ, ആരെങ്കിലും പറഞ്ഞിട്ട് ഇത് നമുക്ക് കാണിച്ചു കൊടുക്കേ എന്താണ് പ്രശ്നങ്ങൾ, ഏത് ഭാഗത്തേക്ക് വെള്ളം, ഏത് കോളേജിന്റെ വെള്ളം തരണം,
ഒരു റോഡിന്റെ ഒരു ഭാഗത്ത് വെള്ളം, ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളം. അംഗനവാടിയിൽ വെള്ളം കിട്ടിയിട്ട് 6 മാസമായി. അതും പറയാൻ പറ്റും. വെള്ളം വന്നില്ല. അംഗനവാടി കടലിന്റെ മക്കൾക്ക് ചാകരയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചതെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. ധനമന്ത്രി കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമ്മാനിച്ചത് ചാകര എന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ പ്രതീക്ഷ തരുന്നതും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ പലതും പുനഃസ്ഥാപിക്കുന്നതുമാണ് പുതിയ ബഡ്ജറ്റ് എന്ന് അലാവുദ്ദീൻ കൂട്ടിച്ചേർത്തു. മണ്ണെണ്ണ സബ്സിഡി 25 രൂപ എന്നത് 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി, മത്സ്യബന്ധന വകുപ്പിന് 231 കോടി രൂപ, തീരദേശവാസികൾക്ക് പട്ടയം, മത്സ്യവിപണനത്തിനായി സ്ത്രീകൾക്ക് സ്കൂട്ടർ, കേരളത്തെ തുറമുഖ നഗരമാക്കും തുടങ്ങിയ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് VD സതീശൻ അവതരിപ്പിച്ച കന്നി ബഡ്ജറ്റിൽ മത്സ്യമേഖലയ്ക്കായി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സുജിത് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സുരേന്ദ്രൻ മരക്കാർ, UB മണികണ്ഠൻ, PC ജയപാലൻ എന്നിവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബയോഡൈവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ KH അമിതാഭ് ബച്ചൻ, അശോകൻ എന്നിവർ ക്ലാസ് നയിച്ചു. BMC ബ്ലോക്ക് കൺവീനർ MS മോഹനൻ, ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഡയറക്റ്റ് ആശ്രയിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു ജീവി, ഇപ്പൊ കോഴിയാവട്ടെ, അല്ലെങ്കിൽ മാങ്ങയാവട്ടെ, നെല്ലാവട്ടെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന കുറച്ച് ഭക്ഷ്യ സാധനങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ ആളുകളോ നമ്മൾ മതി, അല്ലെങ്കിൽ ഞാനും എൻ്റെ രാജ്യവും മതി ഈ ലോകത്ത് എന്നൊക്കെയായിരുന്നു മനുഷ്യന്റെ അറിവുകളും മനുഷ്യന്റെ ശാസ്ത്രമൊക്കെ മനുഷ്യനോട് തോന്നുകയും. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പറ്റൂല. അതായത് ഒരു പക്ഷേ അറബിക്കടലിന്റെ തീരത്ത് ഒരു ഓയിൽ ടാങ്കർ മറിയുന്നു. ആ ഓയിൽ ടാങ്കർ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മമായിട്ട് ജീവികൾ ഇല്ലാതാകുന്നത് കൂടി നമ്മളുടെ ഇവിടുത്തെ ഫിഷറീസിന്റെ പ്രൊഡക്ഷൻ തന്നെ ചിലപ്പോൾ മാറും. നഗരത്തിലൊരു ടൗണിൽ അല്ലെങ്കിൽ ഗൾഫിൽ യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ പൊള്യൂഷൻ ഉണ്ടാവുന്ന പൊള്യൂഷൻ ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നതിന് കാരണമാവുകയും അത് അവസാനം തീരപ്രദേശത്തുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് മാറ്റേണ്ട 10 ലക്ഷം രൂപ പുനർഗ്രഹം പദ്ധതിയിലേക്കും വയനാട്ടിൽ നിന്ന് മൊത്തം തന്നെ ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാന ലാൻഡ്സ്ലൈഡ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ സത്യമായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്നു. ചാവക്കാട് കടപ്പുറം അടിത്തിരുത്തിയിൽ യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിത്തുരുത്തി ജുമാ മസ്ജിദിനടുത്ത് പുതുവീട്ടിൽ ഖാദറിന്റെ മകൾ 35 വയസ്സുള്ള ഖൈറുന്നീസയാണ് മരിച്ചത്. അയൽവാസിയുടെ വീട്ടിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത്. തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ യുവതിയെ കാണാനില്ലായിരുന്നു. ചാവക്കാട് പോലീസും ഗുരുവായൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് മൃതദേഹം കിണറ്റിൽ നിന്ന് കയറ്റി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച് 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചു. കൂടാതെ ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് മൊബൈൽ ലാബ് വഴി 56 സാമ്പിളുകൾ സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവേ സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിലുടനീളം കർശനമായ പരിശോധനകൾ തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ VS ഇന്ദു അറിയിച്ചു. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. നടത്തറ വലക്കാവ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ തുടർന്ന് കണ്ണാറയിൽ റൈസ് മില്ലിലേക്ക് വെള്ളം കയറി. കണ്ണാറ സ്വദേശി ജോർജ് കാക്കശ്ശേരിയുടെ മില്ലിലേക്കാണ് വെള്ളം കയറിയത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ പോലുമില്ലാതെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്ത സ്ഥിതിയാണ്. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ജോർജ് കാക്കശ്ശേരി പറഞ്ഞു. പാലപ്പള്ളി നാടാമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഊരുമൂപ്പന് പരിക്കേറ്റു. കല്ലിച്ചിത്ര ആദിവാസി ഉന്നതിയിലെ മൂപ്പൻ മനക്കൽ വീട്ടിൽ 65 വയസ്സുള്ള ഗോപാലനാണ് പരിക്കേറ്റത്. ഉന്നതിക്ക് സമീപത്തെ തേക്ക് തോട്ടത്തിൽ വിറകെടുക്കാൻ പോയ മൂപ്പൻ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. തുമ്പി കൈകൊണ്ടുള്ള അടിയേറ്റു വീണ ഗോപാലൻ തിരിഞ്ഞോടുകയായിരുന്നു. തളർന്നു വീണ ഗോപാലനെ ഓട്ടോറിക്ഷയിൽ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വാരിയെല്ലിന് ഒടിവും ചതവുമേറ്റ ഗോപാലൻ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഈ പ്രദേശങ്ങളിൽ കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റണമെന്നും വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും മലയോര ജാഗ്രതാ സമിതി കൺവീനർ E. ഓമന ആവശ്യപ്പെട്ടു. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും 6 വയസ്സുകാരൻ മുഹമ്മദ് അലനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും കണക്കാക്കാതെ ടെറസിൽ നിന്ന് താഴേക്കെടുത്തു ചാടിയ യുവാവിന്റെ ധീരതയ്ക്ക് അഭിനന്ദന പ്രവാഹം. ആലങ്കോട് പട്ടാങ്കുന്ന് വലിയകത്ത് അജ്മലിന്റെ സംയോജിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവായത്. ഞായറാഴ്ച രാവിലെ അജ്മലിന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലനെയാണ് തെരുവുനായ ആക്രമിച്ചത്. നായ കുഞ്ഞിനെ നിലത്തേക്ക് മറിച്ചിട്ട് ആക്രമിക്കുന്നത് ടെറസിലുണ്ടായിരുന്ന അജ്മലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ താഴേക്കെടുത്ത് ചാടിയ അജ്മൽ കുഞ്ഞിനെ രക്ഷിച്ചു. ഇതിനിടെ അജ്മലിനും നായയുടെ കടിയേറ്റു. ബഹളം കേട്ട് ഓടിയെത്തിയ മദ്രസ അധ്യാപകൻ അഫ്സൽ ഇർഷാദിനും നായയുടെ കടിയേറ്റു. മൂവരും ചികിത്സ തേടി. AISF AYFI പ്രവർത്തകർ തൃശൂർ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. PNC പദ്ധതിക്കെതിരെ നടത്തിയ നിയമസഭാ മാർച്ചിനു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു DEO ഓഫീസ് മാർച്ച്. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മോഡൽ ബോയ്സ് സ്കൂളിന് സമീപം ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിലും പ്രവർത്തകർക്കു നേരെ ചെളിവെള്ള പ്രയോഗം നടത്തിയെന്നാണ് ആരോപണം. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പ്രയേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AISF സെക്രട്ടറി മിഥുൻ കോട്ടോക്കാരൻ, പ്രസിഡന്റ് അഭിറാം, K. വിനീഷ്, മിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി അംഗനവാടി അധ്യാപിക മരിച്ചു. പുതുരുത്തി സ്വദേശിനി ആലപ്പാട് വീട്ടിൽ 58 വയസ്സുള്ള മിനി വർഗീസാണ് മരിച്ചത്. രാവിലെ അംഗനവാടിയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. അയൽവാസിയായ യുവാവിനോടൊപ്പം ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പുതുരുത്തി സ്കൂളിന് സമീപം ഷാൾ സ്കൂട്ടറിന്റെ ചക്രത്തിൽ കുടുങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ മിനി വർഗീസിന്റെ തല റോഡിലിടിക്കുകയായിരുന്നു. എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുന്നംകുളത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. സംഭവത്തിൽ പാറയമ്പാളം സ്വദേശി ജോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സനീഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
മാള സാമ്പാളൂർ പള്ളിയിലെ വികാരിമാർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ ആത്മഹത്യാ ഭീഷണിയുമായി കയറിയ ആളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി. ചേർത്തല സ്വദേശി പ്രിൻസ് ജോസഫാണ് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 1 മണിക്കൂറോളം കെട്ടിടത്തിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയ യുവാവിനെ വികാരി ഫാദർ ജോൺസൺ പങ്കയത്തും ഫയർഫോഴ്സ് ഓഫീസറും ചേർന്ന് അനുനയിപ്പിച്ച് താഴെ ഇറക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വ്യാപാര സ്ഥാപനത്തിന്റെ സംരക്ഷണ ഭിത്തിയിലിടിച്ചു. പത്താങ്കല്ല് സ്വദേശിയായ പോലീസുകാരൻ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ സംരക്ഷണ ഭിത്തി തകർന്നു. അപകടത്തിൽ കാറിന്റെ മുൻവശവും പിൻവശവും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസിനു നേരെ ഗുണ്ടെറിഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തി വന്ന സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. നാട്ടികയിൽ മാസങ്ങളായി കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.